പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. അപ്പം വീഡിയോയിലേക്ക് കാലമേ, നിർഭാഗ്യമേ, എന്തിനാണ് ആ മനുഷ്യനോട് ഇത്ര ക്രൂരത? എന്ത് ചെയ്തു ആ മനുഷ്യൻ ഇത്രയും അനുഭവിക്കുവാനായി? പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല, കാനറികളുടെ സുൽത്താൻ. ബ്രസീൽ എന്ന രാജ്യം ലോക ഫുട്ബോളിന് ഇതിഹാസങ്ങൾ ഏറെ വന്ന ബ്രസീൽ എന്ന രാജ്യം ലോക ഫുട്ബോളിന് സമ്മാനിച്ച മറ്റൊരു ഇതിഹാസമാകേണ്ടവൻ. ഇതിഹാസം തന്നെയാണ് അവൻ. എന്നാൽ ഏറ്റവും മികച്ചവനുള്ള ബാലൻഡിയോർ ഇല്ല. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വിശ്വമാമാങ്കമായ ഫിഫ വേൾഡ് കപ്പില്ല. ഫുട്ബോൾ ലോകത്തെ പ്രസ്റ്റീജിയസ് ടൂർണമെന്റുകളിലൊന്നായ യൂറോപ്പിന്റെ ചാമ്പ്യന്മാർ തീരുമാനിക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇല്ല. അതെ, അവനാണത്. സാക്ഷാൽ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. പക്ഷേ എത്രയൊക്കെ പരിക്കുകൾ വേട്ടയാടിയാലും ഏത് വേദനയിൽ പൊളഞ്ഞാലും അദ്ദേഹം ഒന്ന് തീരുമാനിച്ചിരുന്നു: തന്റെ മനസ്സ് കൈവിടില്ല. ആ മനസ്സ് ഇതുവരെ തളരില്ല, ഒരിക്കലും തളരില്ല. ആ മനസ്സ് കൈവിടാതെയാണ് അയാൾ പൊരുതുകയാണ്, പോരാളിയാണ് നെയ്മർ ജൂനിയർ. സാന്റോസ് അയാളുടെ കുട്ടിക്കാല ക്ലബ്ബ്, തന്നെ താനാക്കിയ ക്ലബ്ബ്. താൻ മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ ആദ്യമായി തന്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത് നെയ്മർ എന്ന ഫുട്ബോൾ ലോകത്തിന്റെ സുൽത്താനിലേക്ക് തന്നെ വളർത്തിയത് ആ ക്ലബ്ബാണ്. ആ സാന്റോസ് എന്ന, ഞാൻ ഒരു വീഡിയോ പറഞ്ഞതാണ്, സാന്റോസ് എന്ന ആ ഒരു ക്ലബിന്റെ ജേഴ്സി ആ ഒരു ദേഹത്ത് കിടക്കുമ്പോൾ വേദനകൾ അയാൾ അറിയില്ല. പരിക്കുകൾ അനുഭവിച്ച് ആ മനുഷ്യൻ വേദന കൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കളിക്കരുത്, ഗുരുതരമാകും. അപ്പോഴും തന്റെ രാജ്യത്തിനായി ഇനി വരാനിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ തനിക്ക് കളിക്കണം. അതിന് സർജറി ചെയ്താൽ 1 മാസത്തെ റെസ്റ്റ് ഉൾപ്പെടെ വേണ്ടി വരും. കൂടാതെ തന്റെ ടീമായ സാന്റോസ് റെലഗേഷൻ സോണിലാണ്. അത് ആകുമായിരുന്നില്ല, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ആകുമായിരുന്നില്ല നെയ്മർ ജൂനിയറിന്. അദ്ദേഹം ഇറങ്ങി. ശേഷിക്കുന്ന മത്സരങ്ങൾ തരംതാഴ്ത്തൽ സോണിലായിരുന്നു സാന്റോസ് ഇതുവരെ. ശേഷിക്കുന്ന കളികൾ നെയ്മർ സാന്റോസിന് വേണ്ടി കളിച്ചു. ബ്രസീലിയറോ സീരിയൽ മികച്ച പ്രകടനമാണ് അയാൾ കാഴ്ചവെച്ചത്. പരിക്ക് വേട്ടയാടിയില്ലായിരുന്നുവെങ്കിൽ ലോക ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾക്കൊപ്പം ഇന്ന് ഇതിഹാസമായിരിക്കുന്നവൻ അവർക്കൊപ്പം ഒരു താരനക്ഷത്രമായി തിളങ്ങിയനെ യൂറോപ്പിന്റെയും മറ്റു പല വേദികളിലും. ഓർക്കണം, എത്ര ഇതിഹാസങ്ങളാണ് ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത്. നെയ്മർ മാത്രമാണ്. വാക്കുകളില്ല ആ മനുഷ്യനെ പറ്റി പറയാൻ. ഇങ്ങനെ മത്സരങ്ങൾ കളിച്ച് സാന്റോസിനെ രക്ഷിച്ചപ്പോൾ 12ാം സ്ഥാനത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ടൂർണമെന്റായ കോപ്പ ആ ഒരു ടൂർണമെന്റ് ഞാൻ പറഞ്ഞു, ആ ഒരു കോപ്പ വെച്ച് തുടങ്ങുന്നതായിരുന്നു. ആ ഒരു ടൂർണമെന്റിലേക്ക് 12ാം സ്ഥാനത്തോടെ സാന്റോസിനെയും കൊണ്ട് അയാൾ യോഗ്യത നേടി. റെലഗേഷൻ സോണിൽ കിടന്ന ക്ലബ്ബ് ഇപ്പോൾ അദ്ദേഹം എല്ലാ സാക്രിഫൈസുകളും ചെയ്ത് അതായത് തളരാത്ത മനസ്സുമായി അയാൾ പൊരുതിയപ്പോൾ 12ാം സ്ഥാനത്തേക്ക് എത്തി. 47 പോയിന്റുമായി സാന്റോസ് 12ാം സ്ഥാനം. അയാളെ പറഞ്ഞു തന്നെയാന്ന് വെച്ചാല് സാന്റോസ് ഇപ്പോൾ റെലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് നെയ്മർ ജൂനിയർ എന്ന ഒറ്റൊരാളുടെ ത്യാഗത്തിന്റെ ഫലമായിട്ട്. അയാളെ ഒന്ന് തൊട്ടാൽ വീഴുന്നവൻ എന്ന് വിളിക്കുന്ന വിമർശകർ ഇതൊന്ന് കാണണം. അയാൾ ഒറ്റയ്ക്ക് ആ ടീമിനെ തോളിലേറ്റിയാണ് ഈ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്, അതും പരിക്കുകൾ പറ്റിയ കാലുകളുമായി. എന്താണ് പറയാനുള്ളത്? വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.